ഹായ് ഹലോ ഫ്രണ്ട്സ്, ഈ കോലെ തുണി ചുറ്റിക്കൊണ്ട് ഈ വയസ്സാം കാലത്ത് ഈ അപ്പൂപ്പനും അമ്മൂമ്മയും എന്തിനുള്ള പുറപ്പാടാണെന്നാണോ? ഞാൻ കുറേ നാളുകൾക്ക് ശേഷം, അതായത് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് 3 മാസമൊക്കെ ആയപ്പം വീട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം കുറേ നാളുകൾക്കൂടി ഞാനൊന്ന് എൻ്റെ വീട്ടിൽ പോയി ഒരു ദിവസം നിന്നായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് അമ്മ എപ്പോഴും തുണിത്തൊട്ടി കെട്ടി അവനെ കിടത്തുമായിരുന്നു. അതിൽ അവൻ കൂടുതൽ ടൈം കിടന്നുറങ്ങാറുണ്ട്. അതായത് സുഖമായിരുന്നു അവൻ അതിൽ കിടന്നുകഴിഞ്ഞാൽ ഒത്തിരി വഴക്കില്ല, നല്ല സുഖമായിട്ട് കുറേ ടൈം കിടന്നുറങ്ങുക. അപ്പം എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യമാണെങ്കിലും ചെയ്യാൻ നല്ല ടൈം കിട്ടുമായിരുന്നു. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇത് കൂടുതലും പ്രിഫർ ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു ബാഡ് എന്താ പറയുക എഫക്റ്റ് എനിക്ക് ഉണ്ടായിട്ടുമുണ്ട്. കാരണം കുഞ്ഞ് കയ്യിൽ നിന്ന് മാറാത്ത പോലുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയം കിട്ടാതെ വരിക, കൂടെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ, അങ്ങനെയുള്ള ശീലങ്ങളിലൊക്കെ ആയി. പക്ഷേ ഇതുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അത് കെട്ടി ശീലിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ അത് കെട്ടാൻ എനിക്ക് അന്ന് അറിയില്ലായിരുന്നു, അമ്മയ്ക്ക് അറിയത്തുള്ളൂ. അതിപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് അമ്മ ഒന്നുകൂടി അത് കെട്ടി ഉള്ളൊരു കടത്തി ഒന്ന് പരീക്ഷിക്കാമെന്ന് പറയും അമ്മ കെട്ടി കേട്ടോ. ഇന്നെ ഉപയോഗിച്ചിരിക്കുന്ന ആ ചരടുള്ള സത്യത്തിൽ അത് ഒരു സാരിയുടെ തേരാട്ടോ. ഇത് കയറിനെക്കാട്ടിലെല്ലാം എപ്പോഴും നല്ല ബലം കിട്ടുന്നതാണെന്ന് പറഞ്ഞ് അമ്മ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. സാരിയുടെ തേര്, അതിൽ അച്ഛൻ്റെയൊക്കെ മുണ്ടുണ്ടല്ലോ, മുണ്ടിൻ്റെ തേരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, അതൊന്നും വലിച്ചാൽ പൊട്ടത്തില്ല എന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അയ കെട്ടാൻ വരെ അമ്മ അതെടുക്കാറുണ്ട്. അപ്പം കൂടുതലും അതൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഒരു വെള്ള തുണി എടുത്ത് ഇതുപോലെ ഒരു സൈഡിങ് ഉറിങ്ങിയിട്ട് ഇതുപോലെ കെട്ട്. ഈ കെട്ട് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല, വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് എനിക്കും ആദ്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടട്ടോ ഞാനും പഠിച്ചത്. പിന്നെ നടുക്ക് ഇങ്ങനെ ഇച്ചിരി അകൽച്ച് കിട്ടാൻ വേണ്ടി കുഞ്ഞിൻ്റെ മുഖം അടങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പൈപ്പിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അത് ഇതുപോലെ അകത്തൂടെ ചരട് കെട്ടി രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വലിച്ചൊക്കെ നോക്കി മുറുകിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് കുഞ്ഞിനെ ഞങ്ങൾ അതിൽ കിടത്തി നോക്കി. പക്ഷെ അവനത് ഇപ്പം ശീലമില്ലാത്തതുകൊണ്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം എടുത്ത് നടന്നു. കുറേയൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം അതിലിട്ട് അവനാണ് അതിൻ്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകാനുള്ളൊരു ധൃതിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ കൈ തോളിലിട്ട് ഉറക്കിയിട്ട് അതേ കിടത്തിയപ്പോൾ അവൻ കുറേ സമയം കിടന്നുറങ്ങി കേട്ടോ. മസ്റ്റായിട്ട് അമ്മമാർ ഇതിൽ ശീലിച്ചാൽ നമുക്ക് കൂടുതൽ ടൈം